നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പോകുന്നത് ടാൻസാനിയയിലെ സെറെംഗെറ്റി ഗെയിം റിസർവിലേക്കാണ്. അവിടെ ഒരു ജീവിക്കുന്ന ഇതിഹാസത്തിന്റെ കഥ കേൾക്കാൻ. അവന്റെ പേര് മകോണ്ടെ. 50 വർഷത്തിലേറെ വന്യമൃഗങ്ങളെ സംരക്ഷിച്ച ഒരു മനുഷ്യന്റെ കഥ. ഈ കഥ നിന്റെ ഹൃദയത്തെ തൊടും, അതിനാൽ തയ്യാറാവൂ. സെറെംഗെറ്റി ഒരു വലിയ വന്യമേഖല. ഇവിടെ മകോണ്ടെ എന്ന പ്രായമായ മനുഷ്യൻ ജീവിച്ചിരുന്നു. യുവാവായിരുന്നപ്പോൾ മുതൽ റേഞ്ചറായി തുടങ്ങി 50 വർഷത്തോളം മൃഗങ്ങളെ നിയമവിരുദ്ധമായ വേട്ടയിൽ നിന്ന് രക്ഷിച്ചു. ആനകൾ, സിംഹങ്ങൾ, ജിറാഫുകൾ, സീബ്രകൾ, കാണ്ടാമൃഗങ്ങൾ എല്ലാവരെയും അവൻ സ്നേഹിച്ചു. വിരമിച്ച ശേഷവും പഴയ കാറിൽ എല്ലാ ദിവസവും പട്രോളിംഗ് നടത്തി. യുവ ജീവനക്കാർ അവന്റെ അറിവിനായി എപ്പോഴും സമീപിച്ചു. പ്രത്യേകിച്ച് സുരക്ഷിത മേഖലയിലെ പ്രായമായ മൃഗങ്ങൾക്ക് അവൻ എപ്പോഴും ശ്രദ്ധ കൊടുത്തു. ഒരു ദിവസം സെറെംഗെറ്റിയിൽ ചൂട് 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. മൃഗങ്ങൾ മരങ്ങളുടെ തണലിൽ അഭയം തേടി. പക്ഷേ മകോണ്ടെ മുൻ ദിവസം പരിക്കേറ്റ ഒരു കാണ്ടാമൃഗത്തെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അവന്റെ പഴയ കാർ പൊടി നിറഞ്ഞ പാതയിലൂടെ മെല്ലെ ഓടി. ചൂട് അവനെ വിയർപ്പിൽ കുളിപ്പിച്ചു. കാണ്ടാമൃഗത്തിന്റെ അടുത്തെത്തി അവൻ അതിന്റെ മുറിവ് ശ്രദ്ധിച്ചു. പക്ഷേ പെട്ടെന്ന് നെഞ്ചിൽ ഒരു മൂർച്ചയുള്ള വേദന. തലകറങ്ങി അവൻ പുല്ലിൽ മുട്ടുകുത്തി വീണു. അടുത്തുള്ള സഹപ്രവർത്തകരായ എലിജയും മൂസയും ഒരു മങ്ങിയ വിളി കേട്ടു. ഓടിയെത്തിയപ്പോൾ മകോണ്ടെ നിലത്ത് കിടക്കുന്നു. എലിജ അവന്റെ നാഡി പരിശോധിച്ചു. ഹൃദയതാളം താറുമാറായിരുന്നു. മൂസ മരുന്നിനായി തിരഞ്ഞെങ്കിലും ധൃതിയിൽ മകോണ്ടെ അത് മറന്നിരുന്നു. എലിജ റേഡിയോയിൽ സെന്ററിനെ വിളിച്ചു. ആംബുലൻസ് വേണമെന്ന് അറിയിച്ചു. എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചു. ഒരു പ്രത്യേക വാഹനം വന്ന് മകോണ്ടെയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ എലിജ അവന്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. മകോണ്ടെ, ഉണരൂ. പക്ഷേ അവന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. ശ്വാസം നേർത്തുപോയി. മെഡിക്കൽ റൂമിൽ ഡോക്ടർമാർ അടിയന്തര ചികിത്സ തുടങ്ങി. കൃത്രിമ ശ്വാസോച്ഛ്വാസവും ഡിഫിബ്രിലേറ്ററും ഉപയോഗിച്ചു. പക്ഷേ 15 മിനിറ്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു, അവന്റെ ഹൃദയം നിന്നു. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ല. ആ മുറിയിൽ നിശബ്ദത പടർന്നു. എല്ലാവരും ഞെട്ടി. റിസർവിന്റെ ആത്മാവായ മകോണ്ടെ ഇനി ഇല്ല. വാർത്ത കേട്ട് ജീവനക്കാർ ഓടിയെത്തി. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം. അവന്റെ കുടുംബത്തെ അറിയിച്ചപ്പോൾ എല്ലാവരും കരഞ്ഞു. മകോണ്ടെയുടെ ആഗ്രഹപ്രകാരം ശവസംസ്കാരം റിസർവിൽ തന്നെ നടത്താൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സൂര്യോദയത്തിനു മുമ്പ് എല്ലാവരും സെന്റർ കോർട്ട്യാർഡിൽ ഒത്തുകൂടി. ഒരു തടികെട്ടിൽ മകോണ്ടെയുടെ ശരീരം വച്ചു. അവന്റെ മുഖം ശാന്തമായി ഉറങ്ങുന്നതുപോലെ. ഓരോരുത്തരും അവനെ അവസാനമായി കണ്ടു. എലിജ വിറയ്ക്കുന്ന കൈകളോടെ അവന്റെ കൈ തൊട്ടു. പഴയ ഓർമ്മകൾ ഓർത്തു. മൂസ ഒരു ധൂപവർഗം കത്തിച്ച് മന്ത്രിച്ചു. പെട്ടെന്ന് ഗേറ്റിനടുത്ത് നിന്ന് ഒരു സിംഹത്തിന്റെ അലർച്ച. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. ഒരു വലിയ ആൺസിംഹം അവിടേക്ക് നടന്നുവരുന്നു. അതിന്റെ കണ്ണുകളിൽ ഒരു മഹത്വം. ആളുകൾ ഭയന്ന് പിന്മാറി. പക്ഷേ സിംഹം ആക്രമണകാരിയല്ലായിരുന്നു. അത് മകോണ്ടെയുടെ കട്ടിലിനടുത്തേക്ക് വന്നു. ചുറ്റും നടന്ന് കട്ടിലിന്റെ കാൽക്കൽ നിന്ന് തലകുനിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. എലിജ ശ്രദ്ധിച്ചു. സിംഹത്തിന്റെ വശത്ത് ഒരു വലിയ മുറിവിന്റെ പാട്. അവൻ ഓർമ്മ വന്നു. 15 വർഷം മുമ്പ് താനും മകോണ്ടെയും ഈ സിംഹത്തെ രക്ഷിച്ചതാണ്. അന്ന് ഒരു സിംഹക്കൂട്ടം വേട്ടക്കാരുടെ കെണിയിൽ കുടുങ്ങിയിരുന്നു. മകോണ്ടെയും എലിജയും ധൈര്യത്തോടെ അടുത്ത് ചെന്ന് കെണി മാറ്റി സിംഹത്തിന്റെ മുറിവ് കെട്ടി. അത് സുരക്ഷിത മേഖലയിൽ വീണ്ടെടുപ്പിന് ശേഷം കാട്ടിലേക്ക് മടങ്ങി. എല്ലാം ഓർത്തപ്പോൾ എലിജയ്ക്ക് തോന്നി, ഈ സിംഹം വർഷങ്ങളായി മകോണ്ടെയെ നോക്കിയിരുന്നിരിക്കണം. അവന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അത് വിടവാങ്ങാൻ വന്നതാണ്. സിംഹത്തിന്റെ വിശ്വസ്തത എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. എലിജ മെല്ലെ അടുത്തു ചെന്ന് സിംഹത്തെ ശാന്തമാക്കി. ആശ്ചര്യകരമായി സിംഹം ശാന്തമായി തലകുനിച്ചു. മറ്റുള്ളവരും ധൈര്യം കാട്ടി അടുത്തു. ഭയം മാറി. എല്ലാവരും ഒരു പൊതുദുഃഖത്തിൽ ഒന്നിച്ചു. ശവസംസ്കാരം കഴിഞ്ഞ് മകോണ്ടെയുടെ ശരീരം അവൻ ഇഷ്ടപ്പെട്ട ഒരു പുൽമേട്ടിലേക്ക് കൊണ്ടുപോയി. സിംഹം പിന്നാലെ നടന്നു. ഇടയ്ക്കിടെ അലറി. ഒരു ബന്ധുവിനെ നഷ്ടപ്പെട്ട വേദന പോലെ. ഒരു വലിയ മരത്തിന്റെ തണലിൽ അവർ ഒരു ശവക്കുഴി തയ്യാറാക്കി. മകോണ്ടെയെ അതിൽ മെല്ലെ വച്ചു. എലിജയും മൂസയും അവന്റെ 50 വർഷത്തെ സേവനത്തിന്റെ സ്മരണയ്ക്കായി ഒരു കല്ലിൽ അവന്റെ പേര് കൊത്തിവച്ചു. പ്രാദേശികർ ഒരു പ്രാർത്ഥനാ ചടങ്ങ് നടത്തി. അവന്റെ ആത്മാവ് ശാന്തിയിൽ വസിക്കട്ടെ എന്ന് ആശംസിച്ചു. സിംഹം ശവക്കുഴിക്കരികിൽ നിന്നു തല കുനിച്ച് കണ്ണെടുക്കാതെ നോക്കി. പിന്നെ ഒരു ഉച്ചത്തിലുള്ള അലർച്ച ആ വയലാകെ മുഴങ്ങി. ആ അലർച്ച ഒരു ബന്ധുവിന്റെ വേർപാടിന്റെ ദുഃഖം പോലെ. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും മെല്ലെ മടങ്ങി. സിംഹം മാത്രം അവിടെ തനിച്ചു. അടുത്ത ദിവസം റിസർവ് എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി മകോണ്ടെയെ ആദരിച്ചു.
ആളുകൾ ശവക്കുഴിയിൽ വന്ന് കാട്ടുപൂക്കൾ വച്ചു, ധൂപം കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് സിംഹം തിരിച്ചെത്തി ശാന്തമായി ശവക്കുഴിക്കരികിൽ ഇരുന്നു. അതിന് മക്കോണ്ടെ ജീവൻ നൽകിയവനാണ്. ഇപ്പോൾ അത് നന്ദി സൂക്ഷിക്കുന്നു. എലിജയും മൂസയും ഇപ്പോഴും ശവക്കുഴിയിൽ വന്ന് മക്കോണ്ടെയോട് സംസാരിക്കുന്നു. അവന്റെ സ്വപ്നമായ വന്യപ്രകൃതി സംരക്ഷണം തുടരുന്നു. മക്കോണ്ടെയുടെ കഥ സെറംഗെറ്റിയിൽ സിംഹത്തിന്റെ നന്ദിയോടൊപ്പം എന്നും ജീവിക്കും. സുഹൃത്തുക്കളെ, ഈ കഥ കേൾക്കാൻ സമയം ചെലവഴിച്ചതിന് നന്ദി. ഇത് നിന്റെ ഹൃദയത്തെ തൊട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ വരെ ടാറ്റ.